ഒരു മ്യൂസിക്കൽ ബ്രില്യൻസ് കാണിച്ചിട്ട്, സാധാരണ നമ്മൾ ഡയറക്ടർ ബ്രില്യൻസ് എന്നല്ല കേൾക്കാറുള്ളത്, ഒരു മ്യൂസിക്കൽ ബ്രില്യൻസ് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ ജസ്റ്റ് ഒന്ന് കേട്ടുക്കും, വളരെ ചെറുതായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ താളവട്ടമാണ് സിനിമ. അതിനകത്ത് അറിയില്ല, ഓഫ് കോഴ്സ് മോഹൻലാൽ ഒരു ഭ്രാന്തനാണ്, അയാളെ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കാണ്. അപ്പം എൻ്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി പണ്ട് നടന്ന കാര്യങ്ങൾ പിന്നെ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്, മിക്ക സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതുപോലെ ഒരു പ്രോസസ്സിലേക്കാണ് കാർത്തിക, ഡോക്ടറായിട്ട് അഭിനയിക്കുന്ന കാർത്തിക, മോഹൻലാലിനെ കാർത്തികയുടെ വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ പണ്ട് മോഹൻലാൽ ഐ ലവ് യു അനിതാന്ന് ചെവര് മൊത്തം എഴുതി വെച്ചിട്ടുണ്ട് സീനുണ്ട്, പടത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ കാണിക്കുന്നുണ്ട്. ആ സീൻ റീക്രിയേറ്റ് ചെയ്ത് മോഹൻലാലിൻ്റെ പഴയ ഓർമ്മകളിലേക്ക് വന്ന് പിന്നെ അതിനൊന്ന് ആ ഒരു രോഗാവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണത്. അപ്പൊ അതാണ് സീൻ. ആ സീനിൽ മ്യൂസിക് കൊണ്ടൊരു സംഭവം ചെയ്തിട്ടുണ്ട്. വിനു എന്ന് പറയുന്ന രോഗി ആ ഐ ലവ് യു എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണുമ്പം പഴയ മെമ്മറിയിലേക്ക് പോവാണ്. അപ്പൊ ഈ മ്യൂസീഷ്യൻ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത ആ മ്യൂസീഷ്യൻ ചെയ്തൊരു വർക്കുണ്ട്. ഓ മാൻ, ഇറ്റ്സ് എ മാഡ് ഇൻ ലവ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രണയത്തിലൂടെ എങ്ങനെ ഭ്രാന്തായി എന്ത് മ്യൂസിക്കിലൂടെ കാണിച്ചതോ, ദാറ്റ്സ് ജസ്റ്റ് ഓൺലി ലെജൻഡ്സ് ക്യാൻ ഡു ദാറ്റ്. അയ്യോ ഒരു രക്ഷ. അത് ആ സീൻ ജസ്റ്റ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് പോകുന്ന ഒരുപാട് സ്ട്രിങ്സ്, ഒരു റോളർ കോസ്റ്റർ ഓഫ് ഇമോഷൻസ് ആണ്. ഭ്രാന്ത് പിടിക്കുന്ന പോലെ ഒരാളും ഇങ്ങനെ നെട്ടോട്ട് ഓടുമ്പോൾ ഇടുന്നൊരു മ്യൂസിക്കാണ്. അതിൻ്റെ കൂടെ റൊമാൻസ് ചെയ്യും, മെലഡി ചെയ്യും. ഒന്ന് കണ്ടു നോക്ക്. ഇനി കാണുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവും. ശ്രദ്ധിച്ചു ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. നമ്മളൊരുമാതിരി ഈ ഒരു ആർട്ടിസ്റ്റ് ഒരു ഭ്രാന്തമായ ഒരു ക്യാൻവാസിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ കാണിക്കില്ല, അപ്പോഴേക്ക് ഇടാൻ പറ്റുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ബാക്കിൽ പോകുന്നത്. അതിൻ്റെ മുകളിൽ ഇറ്റ്സ് മെലഡി, ഭ്രാന്തമായ ലവ് ഇൻ മാഡ്നസ്. Oh man, that was just some musical brilliance by the one and only John Samash. We miss you.